വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് ഉമ്മ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന പലഹാരങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബം. 16-ാം വയസ്സിലാണ് ഖിലാഫത്തിൻ്റെ അലയൊലി തിരൂരങ്ങാടിയിലും പരിസരത്തുമുണ്ടായത്. കേരളത്തിൽ മഹാത്മജിയുടെ നിർദ്ദേശപ്രകാരം മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും കോഴിക്കോട്ട് വന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഖിലാഫത്ത് സമരത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ ആദ്യമായി നാരായണ മേനോൻ്റെയും മാധവൻ നായരുടെയും KP കേശവമേനോൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ മൊയ്തു മൗലവിയും അബ്ദുറഹ്മാൻ സാഹിബും ഒക്കെ അടങ്ങുന്നവരുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടിയിൽ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്നു. ആ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു KM മൗലവി സാഹിബ്. ആ KM മൗലവി സാഹിബായിരുന്നു MK ഹാജിയുടെ ആത്മീയ നേതാവ്. KM മൗലവി സാഹിബ് പറയുന്നതായിരുന്നു MK ഹാജിയുടെ തീരുമാനങ്ങളും നിയമങ്ങളും ഒക്കെ. അന്ന് 16 വയസ്സായിരുന്നു MK ഹാജി സാഹിബിനുണ്ടായിരുന്നു. അന്ന് ബ്രിട്ടീഷുകാരൻ ഖിലാഫത്ത് സമരം ആരംഭിക്കുന്നു എന്ന് തുടങ്ങിയപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് ആളുകളെ ശിക്ഷിക്കാനും പിടിച്ചു കൊണ്ടുപോകാനൊക്കെ തുടങ്ങി. MK ഹാജി സാഹിബിൻ്റെ പേരിലും 16 വയസ്സിൽ കേസെടുത്തു. ആ കേസെടുത്തപ്പോൾ പിടിച്ചോട്ടെ എന്ന് ധൈര്യപൂർവ്വം നടന്നു അങ്ങാടിയിലൂടെ MK ഹാജി സാഹിബ്. മൂന്നുകണ്ടൻ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന 16 വയസ്സുകാരൻ. പക്ഷേ KM മൗലവിയും നാട്ടിലെ പ്രമാണിമാരായ കാരണവന്മാരും സമ്മതിച്ചില്ല. നീ രക്ഷപ്പെടണം, നിന്നെ ഈ നാടിന് ആവശ്യമുണ്ട്, ഇപ്പം തന്നെ ജയിലിൽ പോയി കിടക്കാൻ പാടില്ല. നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പരപ്പനങ്ങാടിയിലേക്ക് പോയി വണ്ടി കയറാൻ കയ്യിൽ കാശില്ലായിരുന്നു, കള്ളവണ്ടിയാണ് കയറിയത്. കാട്ട്പാടിയിലെത്തിയപ്പോൾ TT പിടിച്ചപ്പോൾ പൈസയില്ല. അവിടുത്തെ റെയിൽവേ ക്യാൻറ്റീനിൽ ജോലിക്ക് വെച്ചു ഈ പണം നികത്താൻ. അവിടെ നിന്ന് മദിരാശിയിലെത്തി, അവിടെയും കൂലിപ്പണി ചെയ്തു. ഭക്ഷണ സാധനങ്ങൾ തലയിലേറ്റി നടന്ന് കച്ചവടം നടത്തി, ഉന്തുവണ്ടി വലിച്ചു, ചെറിയ ബിസിനസ്സുകൾ ആരംഭിച്ചു. പിന്നീട് മദിരാശി പട്ടണത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരായ മലയാളികളിൽ ഏറ്റവും വമ്പനായി MK ഹാജി സാഹിബ് വളർന്നു. സ്വന്തം പ്രയത്നം, സത്യസന്ധത, ബിസിനസ്സിലുള്ള ആത്മാർത്ഥത. 10-16 ഹോട്ടലുകൾ, ബേക്കറികൾ, ആ ബിസിനസ് സാമ്രാജ്യം ബാംഗ്ലൂരിലേക്ക് പോലും കണ്ടു. അവിടെ നിന്നാണ് ഖായിദമില്ലത്തിനെ പരിചയപ്പെടുന്നത്. പിന്നീട് ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ആസ്ഥാനം MK ഹാജി സാഹിബിൻ്റെ അഹമ്മദ് റെസ്റ്റോറൻ്റായി. അവിടെ നിന്നാണ് മുസ്ലിം ലീഗിൻ്റെ സന്ദേശം MK ഹാജി സാഹിബ് ഏറ്റെടുക്കുന്നത്. ഖായിദമില്ലത്തിനെയും കൊണ്ട് മലബാറിലേക്ക് വരുന്നത്. അപ്പോഴേക്ക് KM മൗലവി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ നേതാവായി മാറിയിരുന്നു. സീതി സാഹിബ് കൊച്ചി നിയമസഭയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് MLA ആയിരുന്ന സീതി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വരുന്ന കാലഘട്ടമാണ്. MK ഹാജി സാഹിബ് അവരോടൊപ്പം ചേർന്നു. അങ്ങനെയാണ് ഖായിദമില്ലത്തിനെ പരപ്പനങ്ങാടിയിൽ വന്ന് വണ്ടി ഇറങ്ങി മലപ്പുറത്ത് കൊടുന്ന് അന്നത്തെ മഞ്ചേരി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുപ്പിച്ച് അതേ വണ്ടിക്ക് വൈകുന്നേരം തിരിച്ചയച്ചിട്ട് പിന്നെ റിസൾട്ട് വന്നപ്പോഴാണ് ഖായിദമില്ലത്തിനോട് വരാൻ പറഞ്ഞത് വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കാൻ. സ്ഥാനാർത്ഥിയെ കാണിക്കാതെ ഈ അന്നത്തെ മഞ്ചേരി പാർലമെൻറ്റ് മണ്ഡലം മുസ്ലിം ലീഗിലെ ഖായിദമില്ലത്തിനെ വിജയിപ്പിച്ചു കൊടുത്ത ഭീഷണ വൈഭവം, ആത്മാർത്ഥത, അതായിരുന്നു MK ഹാജി സാഹിബ്. ആ MK ഹാജി സാഹിബാണ് 114 കുട്ടികളെയും കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ ഇവരെ പരിപാലിക്കാൻ തുടങ്ങിയത്. ആളുകൾ ചോദിച്ചു പലരും MK ഹാജി സാഹിബിനോട്, എന്തു ചെയ്യും, ഈ കുട്ടികളെ എങ്ങനെ പോറ്റും? MK ഹാജി സാഹിബ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഖജാന നിറഞ്ഞതാണ്, അതിൽ നിന്ന് സഹായം കിട്ടും, അത് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ നിലവിൽ ഇന്ന് 114 കുട്ടികളെ സ്വന്തം വീട്ടിൽ പോറ്റി വളർത്തി വന്ന ആ യതീംഖാന ഇന്ന് 14 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു മഹാസംരംഭമായി മാറി. ഈ മലബാറിലെ ഓണം കേറാമൂലയിൽ വിദ്യാഭ്യാസം വന്നെത്തിയിട്ടില്ലാത്ത പ്രദേശത്ത് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം വന്നെത്തിയത് ഈ യതീംഖാന സ്ഥാപിതമായതോടു കൂടിയാണ്. LP സ്കൂളുണ്ടായി, UP ഉണ്ടായി, ഹൈസ്കൂളുണ്ടായി, ഹയർ സെക്കൻഡറി വന്നു, ഫസ്റ്റ് ഗ്രേഡ് കോളേജ്, 5 റിസർച്ച് സെൻ്ററുകളും 10ഓളം PG ക്ലാസ്സുകളും ഒരുപാട് UGകളും കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത IGNU സെൻറ്ററുമൊക്കെയായി ഇവിടെ PSMO കോളേജ് പരിലസിച്ച് നിൽക്കുകയാണ്. TTI ഉണ്ട്, അറബിക് കോളേജുണ്ട്, ഇപ്പോൾ പ്രീ-പ്രൈമറി സ്കൂൾ കൂടിയുണ്ട്. ഇവിടെ ഇല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല. ഈ പഴയ മലപ്പുറം ജില്ലയിൽ വിജ്ഞാനം ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. എഴുതാനും വായിക്കാനും ആളുകൾ പഠിച്ചത്. 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള MK ഹാജി സാഹിബ്
വിദ്യാഭ്യാസമാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിലാണ് പ്രവർത്തിച്ചത്. മുസ്ലിം ലീഗിൻ്റെ മൺമറഞ്ഞു പോയ നേതാക്കന്മാർ അവർ മുഴുവൻ MK ഹാജിക്ക് പിന്തുണ നൽകി. ഒരു വിഭാഗീയതയും ഈ കോമ്പൗണ്ടിനകത്തേക്ക് കടത്താൻ MK ഹാജി സാഹിബ് സമ്മതിച്ചിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിന് ദൗർഭാഗ്യവശാൽ 2 തവണ പിളർപ്പുകളുണ്ടായി. ആദ്യം പിളർന്നപ്പോൾ MK ഹാജി സാഹിബായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ പ്രസിഡന്റ്. MK ഹാജി സാഹിബായിരുന്നു പ്രസിഡന്റ്. അന്ന് MK ഹാജി സാഹിബ് യതീംഖാനയുടെ ജനറൽ സെക്രട്ടറിയാണ്. പ്രസിഡൻ്റായിരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബാണ്. CH മുഹമ്മദ് കോയ സാഹിബ് പ്രസിഡൻ്റായിരിക്കുമ്പോഴും MK ഹാജി സാഹിബാണ് ജനറൽ സെക്രട്ടറി. ഒരു പിളർപ്പ് ഇങ്ങോട്ട് ബാധിച്ചിട്ടില്ല. രണ്ടാമത് മുസ്ലിം ലീഗിന് ദൗർഭാഗ്യപരമായ ഭിന്നിപ്പുണ്ടായപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബായിരുന്നു പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറി ആയിരുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന CH കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ഒരു വിഭാഗീയത ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. സിദി സാഹിബും KM മൗലവി സാഹിബും MK ഹാജി സാഹിബും അടങ്ങുന്ന മുജാഹിദ് വിഭാഗമാണ് ഈ യതീംഖാനയും സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. നിങ്ങൾക്കറിയോ, ഈ യതീംഖാനയുടെ തറക്കല്ലിട്ടത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാവും മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനുമായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. ആ സൗമനസ്യം, ആ സൗഹാർദ്ദം, ആ സമവാക്യമാണ് ഈ സ്ഥാപനങ്ങളെയും ഈ പരിസരങ്ങളെയുമൊക്കെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയത്. തലയുയർത്തി നിൽക്കുന്ന പള്ളിയുണ്ട് യതീംഖാന കോമ്പൗണ്ടിൽ, ആത്മീയ കേന്ദ്രം. ആ പള്ളിക്ക് തറക്കല്ലിട്ടത് ആദരണീയനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. ആ ബാഫക്കി തങ്ങളോട് MK ഹാജിക്കുണ്ടായിരുന്ന സ്നേഹം, ഖായിദെ മില്ലത്തിൻ്റെ ബോഡി ഗാർഡ് സെക്യൂരിറ്റിയായാണ് MK ഹാജി സാഹിബ് പ്രവർത്തിച്ചത്. ആ ബാഫക്കി തങ്ങളോടുള്ള അതിമഹത്തായ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് MK ഹാജി സാഹിബിൻ്റെ മകനും ഇപ്പോൾ ഈ യതീംഖാനയുടെ മുഖ്യ കാര്യദർശിയുമായ MK ബാവ, MK അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിൻ്റെ പേര് കൂടി അതിൻ്റെ ബാക്കിയാണ്. ഒരു ദിവസം ബാഫക്കി തങ്ങൾ MK ഹാജി സാഹിബിൻ്റെ വീട്ടിലുള്ളപ്പോഴാണ് ബാവയെ പ്രസവിക്കുന്നത് MK ഹാജിയുടെ ഭാര്യ. MK ഹാജി തങ്ങളോട് ചോദിച്ചു, തങ്ങളെ എൻ്റെ മകനൊരു പേരിടണം. തങ്ങൾ സന്തോഷത്തോടു കൂടി പറഞ്ഞു, എൻ്റെ പേരിട്ടോളൂ. അങ്ങനെയാണ് അബ്ദുറഹ്മാൻ എന്ന പേര് ബാവക്ക് MK ഹാജി സാഹിബ് ഇടുന്നു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, സമുദായത്തിൻ്റെ നേതാക്കന്മാർ സമുദായ പുരോഗതിയുടെ, ഐക്യത്തിൻ്റെ, വികസനത്തിൻ്റെ വെള്ളി രേഖകൾ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് ഐക്യപ്പെട്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്തേക്ക് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുക എന്ന സന്ദേശമാണ് MK ഹാജി ലോകത്തിന് നൽകിയത്. നമ്മളതൊക്കെ കേട്ട് പഠിച്ചവരാണ്. MK ഹാജിയുടെ കൂടെ ഒരു നല്ല ടീം അന്ന് തിരൂരങ്ങാടിയിലുണ്ടായിരുന്നു. കാരാട മുഹമ്മദ് കുട്ടി ഹാജി ഉണ്ടായിരുന്നു, മുഹമ്മദ് ഹാജി ഉണ്ടായിരുന്നു, CH ഇബ്രാഹിം ഹാജി ഉണ്ടായിരുന്നു, CH കുഞ്ഞഹമ്മദ് ഹാജി ഉണ്ടായിരുന്നു, പീച്ചുമണ്ണിൽ മുഹമ്മദ് ഹാജി ഉണ്ടായിരുന്നു, ഉരിണിയൻ മുഹമ്മദ് ഹാജി ഉണ്ടായിരുന്നു, MN അലവി ഹാജി ഉണ്ടായിരുന്നു. ഒരുപാട് നേതാക്കന്മാർ. ആ തലമുറ മുഴുവൻ ആ MK ഹാജിയാണ് കാണിച്ചു തന്നത്. അള്ളാഹുവിനെ മുൻനിർത്തി സ്ഥാപനം കൊണ്ടുപോകുക, കുഴ വാങ്ങരുത്, കൈക്കൂലി വാങ്ങരുത്, അഴിമതി നടത്തരുത്. ഈ കോളേജിൽ ഇന്ന് 1000-ഓളം ജീവനക്കാരുണ്ട്. അധ്യാപകരും അനധ്യാപകരുമായി എല്ലാ സ്ഥാപനങ്ങളിലും കൂടി ചോദിച്ചു നോക്കണം, ഒരു നയാ പൈസ നിയമനത്തിന് കോഴ വാങ്ങിയിട്ടില്ല ഇക്കാലം വരെ. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ കാണിച്ചു തന്ന വീതിയിലൂടെ മരണം വരെ മുന്നോട്ട് പോകണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വിദ്യാർത്ഥി പ്രവേശനത്തിനോ അധ്യാപക ജീവനക്കാരുടെ നിയമനങ്ങൾക്കോ ഒരു പൈസ വാങ്ങാത്ത ഇന്ത്യയിലെ ഒരുപക്ഷെ ഏക സ്ഥാപനം ഈ തിരൂരങ്ങാടി ഓർഫനേജ് ആയിരിക്കുമെന്ന് അഭിമാന പുരസ്സരം ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ഏതെങ്കിലും പ്രത്യേക സമുദായത്തിനോ സമുദായത്തിലെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെതയോ അല്ല. നമുക്കറിയാം, നേരത്തെ യതീംഖാനയിൽ 1500-ലധികം കുട്ടികളുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. വേറെ എവിടെയും പോകാൻ വയ്യാത്ത കുട്ടികളെ മുഴുവൻ കൊണ്ടുവന്നു. അതിൽ അമുസ്ലിങ്ങളുണ്ടായിരുന്നു. ഒരുപാട് അമുസ്ലിം കുട്ടികൾ ഇവിടെ നിന്ന് അന്തേവാസികളായി ഇവിടെ 1-ാം ക്ലാസ്സിലോ അതിനു മുമ്പോ കൊണ്ടുവന്ന് ചേർത്തി 10-ാം ക്ലാസ്സും TTCയും ഒക്കെ കഴിഞ്ഞ അധ്യാപകരും ഉയർന്ന ജോലിക്കാരുമായി പോയ ആളുകളുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഇവിടെ മദ്രസയിൽ പഠിച്ച ആളുകളുണ്ട്. ഭാസ്കരനുണ്ടായിരുന്നു, ഇവിടുത്തെ അന്തേവാസിയായിരുന്നു. ഇവിടെ നിന്ന് പഠിച്ച് ഉയർന്ന വിദ്യാഭ്യാസം നേടി ഇലക്ട്രിസിറ്റി ബോർഡിൽ സബ് എഞ്ചിനീയറായിട്ടാണ് വിരമിച്ചത്. അതുപോലെ വേലായുധൻ ഉണ്ടായിരുന്നു. വേലായുധൻ പോലീസിൽ ചേർന്നു, ഹെഡ് കോൺസ്റ്റബിളായിട്ടാണ് വിരമിച്ചത്. വേറെ
KP രാമൻ ഉണ്ടായിരുന്നു. അതിന് പുറമെ പിന്നെ നമ്മളെ പേര് മാറ്റിയ രാമചന്ദ്രൻ ഉണ്ടായിരുന്നു. രാമചന്ദ്രൻ വിദ്യാഭ്യാസ വകുപ്പിൽ ഇവിടെ ജോലി കൊടുത്തു. പിന്നീട് PSC കിട്ടി, പ്രധാന അധ്യാപകനായി, AEU ആയി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ പിരിഞ്ഞ ആളുകളാണ്. ഇവരൊക്കെ മരണം വരെ അവരുടെ വിശ്വാസവുമായി ജീവിച്ചവരാണ്. യത്തീംഖാനയിലെ മുസ്ലിം കുട്ടികൾ പള്ളിയിൽ പോകുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ അവരവരുടെ മതവിശ്വാസവും അതിൻ്റെ ആചാരങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് മതസൗഹാർദ്ദത്തിൻ്റെ വിളനിലമായി ഈ പ്രദേശത്തെ ആക്കി നിർത്തുന്നതിൽ ഞങ്ങൾക്കൊക്കെ മാതൃക കാണിച്ചതിൽ MK ഹാജി സാഹിബിന് തന്നെയാണ് പങ്ക്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ MK ഹാജിയുടെ ചരിത്രം ഒരു വ്യക്തിയുടെ, ആ കുടുംബത്തിൻ്റെ ചരിത്രമല്ല, ഈ പ്രദേശത്തിൻ്റെ ചരിത്രമാണ്. മനുഷ്യ മനസാക്ഷിയുടെ ചരിത്രമാണ്, സൗഹാർദ്ദത്തിൻ്റെ ചരിത്രമാണ്, സമന്വയത്തിൻ്റെ ചരിത്രമാണ്. മനുഷ്യർ സഹവർത്തിത്വത്തോടെ എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ ചരിത്രവുമാണ്. കൂട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ പൊതുകാര്യങ്ങളിൽ എങ്ങനെ സഹകരിക്കാം എന്ന് കാണിച്ചു കൊടുത്ത വ്യക്തി കൂടിയാണ് MK ഹാജി സാഹിബ്. നമ്മുടെ വിശ്വാസങ്ങളിൽ, നമ്മുടെ ആചാരങ്ങളിൽ ഒരണുകിട പോലും വ്യതിയാനം വരുത്താതെ തന്നെ സമൂഹ പുരോഗതിക്ക് യോജിച്ച് ഐക്യപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് MK ഹാജി സാഹിബും KM മൗലവി സാഹിബും ഒക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ആ മാതൃക പിൻപറ്റാൻ MK ഹാജി സാഹിബ് 1983 നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം, യത്തീംഖാനയുടെ ചരിത്രം പറയുമ്പോൾ, KM മൗലവിയുടെയും CC സാഹിബിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷേ MK ഹാജിയുടേതായിട്ട് മാത്രം ഒരു ജീവചരിത്രം ഇറങ്ങിയിട്ടില്ല. ആ കുറവാണ് ഇപ്പോൾ. അതും എഴുതുന്നത് ഈ യത്തീംഖാനയിൽ ഓർഫനായി, അന്തേവാസിയായി പഠിച്ച് വളർന്ന് ഇവിടെ തന്നെ അധ്യാപകനായി പിന്നീട് PSC കിട്ടി ഗവൺമെൻറ്റിലേക്ക് പോയ ഇബ്രാഹിം പുനത്തിൽ എന്ന സുഹൃത്താണ്. അവൻ തന്നെ എഴുതുന്നു, 6-7 കൊല്ലം എടുത്തിട്ടാണ് റിസർച്ച് നടത്തി കേരളത്തിലെ മലബാറിലെ അറിയപ്പെടുന്ന എല്ലാ ലൈബ്രറികളിലും പോയി എല്ലാ ഡാറ്റകളും കരസ്ഥമാക്കിക്കൊണ്ടാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രകാശനം ഗംഭീരമാക്കണം. കേരളത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രഗത്ഭനായ പ്രശസ്തനായ വ്യക്തിത്വത്തെ തന്നെ കിട്ടണം എന്ന നിർബന്ധം യത്തീംഖാന അന്തേവാസികളുടെ, പൂർവ്വ അന്തേവാസികളുടെ സംഘടനയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ നിർബന്ധമാണ് സർവശക്തനാഥൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇന്ന് സാർത്ഥകമായിരിക്കുന്നത്. ആദരണീയനായ ആഗോള വ്യക്തിത്വം, ഇന്ത്യക്കപ്പുറത്തേക്ക് കടന്നുപോയ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ഇന്ത്യയുടെ യശസ് ലോകം മുഴുവൻ പരത്തുന്ന ബഹുമാന്യനായ ഡോക്ടർ ശശി തരൂർ അവർകളെ നമ്മുടെ പുസ്തക പ്രകാശനത്തിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അത് ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, PSMO കോളേജിൻ്റെ പല പരിപാടികൾക്കും അലുമിനി അസോസിയേഷനും മാനേജ്മെൻറ്റും ഒക്കെ ശ്രമിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ കാരണം നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാം കൂടി ഇന്ന് പരിഹരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കൂടി കടക്കുകയാണ്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി വളരെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് യത്തീംഖാന കമ്മിറ്റിയുടെ പ്രഗത്ഭ അംഗവും, ഇതിൻ്റെ ഓരോ വളർച്ചയിലും ഓരോ സ്ഥാപനങ്ങൾ വേണം എന്ന് പറയുമ്പോൾ ഫയൽ കൊണ്ടുവച്ച് കൊടുത്താൽ മതി, ഒപ്പിട്ട് തരും. വകുപ്പ് ഏതായിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ ഫയലും കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പാസ്സാക്കുക. നമുക്ക് സ്വകാര്യമാണ്, പുറത്ത് പറയണ്ട. ഏതായിരുന്നാലും നമുക്ക് കിട്ടിയ സ്കൂളും കോളേജും ഇഗ്നോ സെൻറ്ററും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടി കയ്യൊപ്പോട് കൂടി വന്നതാണ്. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ വളർച്ചയിലും പ്രധാന പങ്ക് വഹിക്കുന്ന നമ്മുടെ കമ്മിറ്റി അംഗം കൂടിയായ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആദരപൂർവ്വം ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായി സ്വാഗതം ചെയ്യും. ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടത്, ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളൊക്കെ സമഞ്ജസമായി സമ്മേളിച്ച MK ഹാജി സാഹിബിൻ്റെ പുത്രൻ MK ബാബ സാഹിബാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതെ ഞങ്ങളൊക്കെ പറഞ്ഞാൽ പോലും MK ഹാജി സാഹിബിൻ്റെ അതേ സ്വഭാവമാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. താൻ ശരി എന്ന് വിശ്വസിക്കുന്ന എന്താണോ അതിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന പ്രകൃതം. അതുകൊണ്ട് തന്നെയാണ് ഒരു ചതവും ഏൽക്കാതെ, ഒരു അപമാനവും ഏൽക്കാതെ ഈ സ്ഥാപനം ഇതുപോലെ ഉയർന്നു നിൽക്കുന്നത്. ആ സ്ഥാപനത്തെ നയിക്കുന്ന, നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും മാനേജറുമായ MK ബാബ സാഹിബാണ് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യത്തീംഖാന രൂപീകരിച്ച കാലത്ത് KM മൗലവി സാഹിബ് പ്രസിഡൻറ്റും
MK ഹാജി സാഹിബ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. KM മൗലവി സാഹിബ് മരിച്ചപ്പോഴാണ് 1964 CH മുഹമ്മദ് കോയ സാഹിബായി ഇതിൻ്റെ പ്രസിഡന്റ്. CH മുഹമ്മദ് കോയ സാഹിബ് മന്ത്രിയായിരിക്കുമ്പോൾ 1967 പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് അന്ന് മുതൽ മരിക്കുന്നത് വരെ 95 വരെ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചത് മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബാണ്. ആ സേഠ് സാഹിബിന് ശേഷം AV അബ്ദുറഹ്മാൻ ഹാജി സാഹിബ് XMLA ഇതിൻ്റെ പ്രസിഡൻ്റായി. തിരൂരിലെ ഡോക്ടർ ആലിക്കുട്ടി സാഹിബായി. പിന്നീട് KM മൗലവി സാഹിബിൻ്റെ പുത്രൻ മുഹിയുദ്ദീൻ ഉമരി പ്രസിഡൻ്റായി. ഇപ്പോൾ ഇതിൻ്റെ അഭിവന്ദ്യ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ MLA ആയ ബഹുമാന്യനായ KPA മജീദ് സാഹിബാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുരേന്ദ്രൻ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കറിയാം, കേരളത്തിൻ്റെ അഭിമാനമാണ്, പ്രശസ്ത സാഹിത്യകാരനാണ്, നോവലിസ്റ്റാണ്. ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ മതേതര സമൂഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ സുരേന്ദ്രൻ അവർകളെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പ്രധാന വ്യക്തിത്വം യതീംഖാന കമ്മിറ്റി അംഗവും നമ്മുടെ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർപേഴ്സണും വേൾഡ് KMCCയുടെ അഖിലലോക പ്രസിഡൻറ്റുമായ KP മുഹമ്മദ് കുട്ടി സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി പ്രകടനം നടത്തുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ട്രഷറർ കൂടിയായ CH മുഹമ്മദ് ഹാജി സാഹിബാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാറ്റിലുമുപരി ഒരു ചെറിയ വിളിക്ക് 3 ദിവസം 4 ദിവസം മുമ്പാണ് ബഹുമാനപ്പെട്ട തരൂർ അവരുടെ ഡേറ്റ് കിട്ടിയത്. അതിനുശേഷമുള്ള ഒരു ചെറിയ അറിയിപ്പ് കൊണ്ട് മാത്രം 3 മണി മുതൽ ഈ ചുട്ട വെയിലത്ത് ഇവിടെ വന്ന് ഈ സദസ്സിനെ ഭംഗിയാക്കി MK ഹാജി സാഹിബിൻ്റെ സ്മരണകളെ ദീപ്തമാക്കി തീർത്ത എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെയും സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും യതീംഖാനയുടെ അഭ്യുദയകാംക്ഷികളെയും MK ഹാജി സാഹിബിൻ്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാഗത സംഘം ചെയർമാൻ ജനാബ് MK ബാവ സാഹിബ്, തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് സ്ഥാപനങ്ങളുടെ 12ഓളം സ്ഥാപനങ്ങൾക്ക് സജീവമായ നേതൃത്വം നൽകുന്ന MK ഹാജിയുടെ പ്രിയപുത്രൻ അധ്യക്ഷ ഭാഷണം നടത്തുന്നു.